ബാക്ക് മൈ അനദർ വീഡിയോ. അപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് അപ്ഡേഷന് ശേഷം എന്തൊക്കെ കാര്യങ്ങളാണ് വന്നിട്ടുള്ളതെന്ന് നോക്കാനാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമുക്കൊരു ഫ്രീ ട്രൈയും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട്. വീഡിയോൻ്റെ ലാസ്റ്റ് നമ്മൾ ഇറങ്ങുന്നതാണ്. അതാണ് ഞാൻ കയറിയിട്ടില്ല, ഫസ്റ്റ് ടൈമാണ് കയറുന്നത്. അപ്പോൾ പക്ഷേ തന്നെ നമുക്ക് ഷോപ്പിൽ ഒരു ഐറ്റം വന്നിട്ടുണ്ട്. അവതാർ സെറ്റാണ്. എത്രയോ 1,00,000 കാനാണ് വേണ്ടത് GP. എൻ്റെ അടുത്ത് ഇപ്പോൾ കുറേ GP ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ വെറുതെ വാങ്ങിയിട്ടാണ്. ഏതെങ്കിലും ഹസാർഡിൻ്റെ ഒരു അവതാർ സെറ്റും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട്. അടുത്ത് നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഈ ഫുട്ബോൾ പോയിൻറ്റ്സിൽ ഒരു പ്ലെയറിനെ ആഡ് ആയിട്ടുണ്ട്. അത് CMF ആണ്, കൊണോർ ഗലാഫർ ആണ്, മാഡ്രിഡിൻ്റെ ആണ്, അത്ലറ്റിക്കോ മാഡ്രിഡ് ആണ്. അപ്പോൾ CMF ഒരു 98 99 റേറ്റിംഗ്, 98 ആയിരിക്കും മിനിമം പോവുക. വലിയ പ്ലെയറും കാര്യങ്ങളൊന്നും അല്ല, അതുകൊണ്ട് എടുക്കുന്നില്ല. നല്ല പ്ലെയേഴ്സിനൊന്നും GPയിലും ഈ ഫുട്ബോൾ പോയിൻറ്റ്സിൽ ഏഡാക്കാത്തതാണ് ഒന്നാമത്തെ പ്രശ്നം. പണ്ടൊക്കെ ലെജൻസിനൊക്കെ ഈ ഫുട്ബോൾ പോയിൻറ്റ്സിലും കാര്യങ്ങളിലും ആഡാക്കലുണ്ടായിരുന്നു. ഒരു ഫീച്ചർഡെന്ന് വെച്ചാൽ നല്ലൊരു ഫീച്ചറിനെ പോലും ആഡാക്കുന്നില്ല. ഇനി അടുത്ത് വന്നിട്ടുള്ള പാക്സിലാണ്. നമ്മൾ പുതിയൊരു മാനേജറിനെ ആഡാക്കിയിട്ടുണ്ട്. ഒക്കാൻ ബുറൂക്ക് എന്ന മാനേജറാണ്. ഏതാണെന്നൊന്നും അറിയില്ല. ഗലാട്ടസറൈൻ്റെ മാനേജറാണ്. ഔട്ട് വൈഡാണ് അദ്ദേഹത്തിൻ്റെ ഇതാവുകൊണ്ട് ഞാൻ എടുക്കേണ്ടാവില്ല. ഔട്ട് വൈഡും കുക്ക് കൗണ്ടർ 50 പോകുന്നത്. ഓൾറെഡി എനിക്ക് സ്റ്റോയ്ക്കോവിച്ച് ഉണ്ട് കുക്ക് കൗണ്ടർ. പിന്നെ ഔട്ട് വൈഡൊന്നും വേണ്ട. ഔട്ട് വൈഡൊന്നും കളിക്കില്ല. പിന്നെ ഒരു ഒബ്ജക്റ്റീവ് വന്നിട്ടുണ്ട്. ഈ ഒബ്ജക്റ്റീവും കാര്യങ്ങളും പറയുകയാണെങ്കിൽ നമുക്കൊരു സെലക്ഷൻ കോൺട്രാക്ട് കിട്ടുന്നുണ്ട്. ക്ലബ് ഇൻ്റർനാഷണൽ കപ്പ് എന്ന് പറഞ്ഞാലാണ് സെലക്ഷൻ കോൺട്രാക്ട് വന്നിട്ടുള്ളത്. ആ പാക്ക് ഏതാണെന്ന് നോക്കാം. പിന്നെ ഒരു എന്താണ് സ്പെഷ്യലിസ്റ്റ് പ്ലേയേഴ്സിൽ പുതിയ വന്നത് ഇതാണ്. നമുക്ക് ഫ്രീ ട്രൈ ഉള്ളത് 150 പ്ലേയേഴ്സ് ഉണ്ട്. ഇത് ഞാൻ ലാസ്റ്റ് ട്രൈ എടുക്കാവുന്നതാണ്. പിന്നെ ഒരു ഒസിംഹനും പിന്നെ സിറോ ഇമോബിലും ആൻഡ് ടാഡിക്കും ഒക്കെ ഉള്ളൊരു പാക്ക് ഉണ്ട്. സൂപ്പർ ലീഗിൻ്റെ ആണ്, മറ്റേ തുർക്കിഷ് ലീഗാണ്. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ 2 ഷിൻജി ഒക്കാസാക്കി തുടങ്ങി സ്റ്റോയ്ക്കോവിച്ചൊക്കെ ഉള്ളൊരു പാക്ക് ഉണ്ട്. ഇതാണ് വന്നിട്ടുള്ള മെയിനായിട്ടുള്ള ചേഞ്ചസ്. പിന്നെ ഇതാണ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നൊരു ചേഞ്ച്. ഇൻ്റർനാഷണൽ ക്ലബ് ഇൻ്റർനാഷണൽ കപ്പാണ്. ഇതിൽ നമുക്ക് ഇഷ്ടമുള്ള പ്ലെയറിനെ സൈൻ ചെയ്യാവുന്നതാണ്. കുറേ ഈവൻ്റൊക്കെ കംപ്ലീറ്റ് ചെയ്താൽ ഞാൻ പിന്നെ അന്ന് എടുക്കാൻ വിചാരിക്കുന്നത് അതിനെ കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. അതിനകത്ത് എല്ലാവരും ഒരേ റേറ്റിംഗ് ആണ് ഏകദേശം. ബെറാൾഡോ ഐ തിങ്ക് കവാനിനെ എടുക്കാനാണ് ചാൻസ്. കാരണം ബുള്ളറ്റ് ഹെഡറാണ് പുള്ളിക്കാരൻ. അല്ലെങ്കിൽ എഡ്ജിഡ് ക്രോസിങ് ഫക്കുണ്ടോ ടോറസ്, അല്ലെങ്കിൽ ഫിനോമൽ പാസിങ് ക്രമാസ്കീനെ എടുക്കും. വേറെ വന്നിട്ടുണ്ട്. ക്ലബ് ഇൻ്റർനാഷണൽ കപ്പാണ്. ഇതിനകത്ത് കുറേ പ്ലേയേഴ്സിനെ ആഡ് ആക്കിയിട്ടുണ്ട്. ഇതിൻ്റെ കാര്യങ്ങൾ ഞാൻ ലാസ്റ്റ് വീഡിയോ പിന്നെ ചെയ്യുന്നതാണ്. അത്രയുള്ളൂ ആഡ് ആക്കിയിട്ടുള്ള ഈ ഫീച്ചേഴ്സൊക്കെ. പിന്നെ കുറേ ഈവൻറ്റും കാര്യങ്ങളും വന്നിട്ടുണ്ട്. ഈവൻറ്റും കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇച്ചിരി നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ ഈ ഫുട്ബോൾ ലീഗിൻ്റെ ലോഗോയും കാര്യങ്ങളും മാറ്റിയിട്ടുണ്ട്. ഈ ഫുട്ബോൾ ലീഗ് വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. പുതിയതാണെന്ന് തോന്നുന്നു. ഐ തിങ്ക് ഇറ്റ്സ് ന്യൂ ആണ്. ന്യൂ ഒന്നല്ല, എന്തോ ചെറിയ ചേഞ്ചോ അങ്ങനെ എന്തോ കാര്യം ഉണ്ട് തോന്നുന്നു. ഒബ്ജക്റ്റീവ്സിൽ എന്തെല്ലോ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ പിന്നെ പുതിയ മാച്ച് പാസും കാര്യങ്ങളും ആഡ് ആക്കിയിട്ടുണ്ട്. മാച്ച് പാസും കാര്യങ്ങളും ആഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ മാച്ച് പാസിൽ നമുക്ക് ഫസ്റ്റ് 4 സ്റ്റാർ 5 സ്റ്റാർ കിട്ടുന്നുണ്ട്. 10 പോയിന്റ് കിട്ടുന്നുണ്ട്. 20 പോയിന്റും കാര്യങ്ങളും മാച്ച് പാസ് നമുക്ക് 30 പോയിന്റും കാര്യങ്ങളും മാച്ച് പാസ് കിട്ടുന്നുണ്ട്. പിന്നെ 400 പോയിന്റ് കൊടുത്താൽ ഈ ഒരു പ്ലെയറിനെ കിട്ടും, റോമിയോ ലാവിയ. 400 പോയിന്റ് കൊടുത്താൽ പ്രീമിയം എടുത്താൽ നമ്മൾക്ക് മാർക്കിനസിന് കിട്ടുന്നതാണ്. ഫിനിഷിങ്ങിനാണ്. പിന്നെ എക്സിബിഷൻ മാച്ചിൻ്റെ കാര്യങ്ങളിൽ ലോഗോയും കാര്യങ്ങളും മാറ്റിയിട്ടുണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ മൈ ലീഗിൻ്റെ ലോഗോ ചേഞ്ച് ആക്കിയിട്ടുണ്ട്. മൈ ലീഗിൻ്റെ ലോഗോയും കാര്യങ്ങളും ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ അടുത്ത ഇവൻ്റ് PvPയിലാണ്. PvP ഇവൻറ്റ്സ് ആയിട്ട് നമ്മളിൽ വന്നിട്ടുള്ളത് റാൻഡം ബൂസ്റ്റർ ടോക്കൺ കിട്ടുന്ന ഒന്നാണ്. ഞാനങ്ങനെ കളിക്കൽ. PSG ഒഫീഷ്യൽ ഇത് വന്നിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ 10,000 ആണ്. ഇതിൻ്റെ അകത്ത് 10,000 കോയിൻ കിട്ടുന്നില്ല. ഇറ്റാലിയൻ ഇതിലാണെന്നൊന്നും കോയിൻ കിട്ടുന്നു. ഇതിൻ്റെ അകത്ത് ഒരു 50 കോയിൻ കിട്ടും. 50 കോയിൻ കാര്യങ്ങളും കിട്ടാനുണ്ട്. കിട്ടിയതാണ്. നെക്സ്റ്റ് നോക്കുന്ന ടൂർണമെൻറ്റ് വന്നിട്ടുണ്ട്. ഇതാണ് മെയിൻ സംഭവം. ക്ലബ് ഇൻ്റർനാഷണൽ കപ്പ് എന്നാണ് ടൂർണമെൻറ്റിൻ്റെ പേര്. ടൂർണമെൻറ്റിൽ എൻ്ററായിട്ട് നോക്കാം. ഒരുപാട് ഞാനിപ്പോൾ ടീം കൊടുക്കുന്നത് ബാർസലോണയൊന്നും ഇല്ല. ഞാൻ കൊടുക്കുന്നില്ല. അപ്പോൾ നമ്മൾ PSG കൊടുക്കുകയാണ്. അപ്പോൾ PSG കൊടുത്തിട്ടുണ്ട്. PSG നമ്മൾ ഗ്രൂപ്പിൽ എൻ്റർ ചെയ്യണം. ഗ്രൂപ്പ് സ്റ്റേജിൽ എൻ്റർ ആയിട്ടുണ്ട്. നമ്മൾ ടോപ്പ് പ്ലെയർ സൂപ്പർ സ്റ്റാർ കൊടുക്കാം. ഇപ്പോൾ സൂപ്പർ സ്റ്റാർ കൊടുത്തിട്ടുണ്ട്. ഫിക്ചറും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട്. ഇത് മറ്റേ എന്താണ് ക്ലബ് വേൾഡ് കപ്പിൻ്റെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ
പിന്നെ നോക്കുകയാണെങ്കിൽ എന്താണ് ഇതിനകത്ത് നമുക്ക് കിട്ടുന്ന 100 GB ഒക്കെ കിട്ടുന്നുണ്ട്. പിന്നെ ഈ ഒരു ഇവൻ്റിൽ നിന്നാണെന്ന് തോന്നുന്നു 350 കോയിനും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. ഏതോ ഒന്ന് ഇതിലാണെന്ന് തോന്നുന്നു 320 കോയിനാണ് കിട്ടുന്നത്. ഓക്കെ 320 കോയിൻ ഇതാ. അപ്പോൾ ഇതാണ് ഈ ക്ലബ് ഇൻ്റർനാഷണൽ കപ്പ് എന്നാണ് നമുക്ക് കളിച്ചാൽ 320 കോയിനും കിട്ടും. പിന്നെ ഈ 4 പ്ലേയേഴ്സിനെ സൈൻ ചെയ്യാനാവും. പിന്നെ എന്താണ് സൈൻ 1 പ്ലെയറിനെ സൈൻ ചെയ്യാനാവും മറ്റേ ഈ പാക്കിൽ നിന്ന്. അപ്പോൾ ഇതാണ് മെയിനായിട്ട് വന്നിട്ടുള്ള ഒരു ഈവൻറ്റും കാര്യങ്ങളെന്ന് പറയുകയാണ് ഇതാണ്. അടുത്ത് നമുക്ക് എന്തായാലും സ്പിന്നിലേക്ക് പോവാം. വീഡിയോ ഇപ്പോൾ തന്നെ കുറച്ച് ഡിലേ ആയിട്ടുണ്ട്. നമുക്ക് സ്പിൻ ചെയ്യാം. ഇപ്പോൾ ടാർഗറ്റ് എന്ന് വെച്ചാൽ ഡംബലയാണ്. ഡുവോന് തന്നാലും പ്രശ്നമില്ല. ഡെസിലെ ഡുവോന്നും ഇല്ല സോള്. ഓക്കെ ഇത് ട്രൈ എടുക്കാം. ഓക്കെ കൊറിയാണ് ജോക്കൻ കൊറിയ. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ ഒരു വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.